Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് iQOOന്റെ മറ്റൊരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാണ് iQOO 9 സീരീസിൽ 3 കിടിലം ഫോൺസ് ആണ് iQOO ഇറക്കിയത്. iQOO 9 SE, iQOO 9, iQOO 9 Pro. അപ്പോൾ iQOO 9 SEയും iQOO 9 Proൻ്റെ അൺബോക്സിംഗ് നമ്മൾ ഈ ചാനലിൽ ഓൾറെഡി ചെയ്തായിരുന്നു. ഇതിലെ മിഡിൽ വേരിയൻ്റ് ആണ് iQOO 9 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 42,999 ആണ് ബേസ് വേരിയൻറ്റ്. പിന്നെ 46,999 12 GB റാം വേരിയൻറ്റ്, മറ്റേത് 8 GB റാം വേരിയൻറ്റ്. അപ്പോൾ അങ്ങനെ 2 വേരിയൻ്റാണ് വരുന്നത്. 2 കളേഴ്സാണ്, ലെജൻഡും ഒരു ബ്ലാക്ക് വേരിയൻറ്റുമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ലെജൻഡാണ്. മോട്ടോ സ്പോർട്സ് കാണാം, പ്രീമിയം പാർട്ട്ണർ iQOO എന്ന് എഴുതിയത് കാണാം. പിന്നെ ബോക്സിൽ iQOO 9 സൈഡിൽ എഴുതിയതാണ്. പിന്നെ ബാക്കിൽ കാര്യമായി ഒന്നും തന്നെ എഴുതിയിട്ടില്ല. സാർ വാല്യൂ ഉണ്ട്, 1 ആണ് സാർ വാല്യൂ. ഹെഡ് 0.567 ആണ് ബോഡി സാറ്. നമ്മുടെ കയ്യിലുള്ളത് ലെജൻഡാണ്. 8 GB 128 GB സ്റ്റോറേജ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്ക് വളരെ ക്വിക്കായിട്ട് ബോക്സ് ഒന്ന് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് മുകളിൽ കാണുന്നത് iQOO 9 ആണ്. അപ്പോൾ ഫോണൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ബാക്കി എന്തൊക്കെയാണ് ബോക്സിനകത്ത് വരും നോക്കാം, എന്നിട്ട് നമുക്ക് ഫോണിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതിനകത്ത് വേറൊരു BMW മോട്ടോ സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ബോക്സാണ്. ഇതിനകത്ത് നമുക്ക് മാനുവലും സിം ഇജക്റ്റ് പിന്നൊക്കെയാണ് വരുന്നത്. ഇതുണ്ടല്ലോ BMW മോട്ടോ സ്പോർട്ടിൻ്റെ ഒരു കാർഡ് ഉണ്ട്. അതേപോലെ iQOOൻ്റെ കുറച്ച് മാനുവൽസും വാറൻറ്റി ഇൻഫർമേഷൻ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു കേസാണ്. ഒരു TPU കേസാണ്, സ്റ്റാൻഡേർഡ് TPU കേസാണ്. നല്ലൊരു ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ഒരു സിം ഇജക്റ്റ് പിന്നാണ്. പിന്നെ കിട്ടുന്നത് 120 വാട്ട് അഡാപ്റ്ററാണ്. ഇത് നമ്മൾ നേരത്തെ iQOO 9 Proയിൽ കണ്ട അതേ അഡാപ്റ്ററാണ്. ഫ്ലാഷ് ചാർജ്, വിവോ ഫ്ലാഷ് ചാർജ് 120 വാട്ട്. കുറച്ചൊരു തിക്നെസ് ഉള്ള ചാർജറാണ്, എങ്കിലും നല്ലൊരു ചാർജറാണ്. നമുക്കൊരു USB Type-C പോർട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് എന്താ പറയുക, ചാർജിങ് കേബിളാണ്, സ്റ്റാൻഡേർഡ് USB ചാർജിങ് കേബിളാണ്. പിന്നെ നമുക്കൊരു അഡാപ്റ്റർ ഉണ്ട്. ഇത് USB Type-C to 3.5mm ഓഡിയോ ജാക്കാണ്. അതായത് USB Type-C പോർട്ടിൽ നിന്ന് 3.5mm ഓഡിയോ ജാക്ക് വഴി പാട്ട് കേൾക്കാനുള്ള ഒരു അഡാപ്റ്ററും കൂടിയാണ്. അത് iQOO സാധാരണ എല്ലാ iQOOൻ്റെ ഫോൺസിലും ഷിപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരും. നമുക്ക് ഫോണൊന്ന് വേഗം ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് iQOO 9. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 48 MP ഗിംബൽ ക്യാമറയാണ് വരുന്നത്. LED ഫ്ലാഷിംഗ് ആണ്. iQOOൻ്റെ ബ്രാൻഡിങ് ആണ്. പിന്നെ BMW മോട്ടോ സ്പോർട്സിൻ്റെ ആ ഒരു 3 ലൈൻസ്, കളേർഡ് ലൈൻസും കാണാം. ഒരു മാറ്റ് ഫിനിഷാണ്, നല്ലൊരു പ്രീമിയം ഫിനിഷാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ട iQOO 7 ലെജൻഡിൻ്റെ അതേ പാറ്റേൺ ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാര്യമായൊരു ചേഞ്ച് ഒന്നുമില്ല, എങ്കിലും പ്രോസസ്സർ അങ്ങനെ കുറേ കാര്യങ്ങളിൽ മാറ്റങ്ങളുണ്ട്. എങ്കിലും ഇവിടെ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഒരു 48 MP പ്രൈമറി ക്യാമറയും 13 MP അൾട്രാ വൈഡും 13 MP ടെലിഫോട്ടോ ലെൻസാണ്, പോർട്രേറ്റ് ലെൻസാണ്. പിന്നെ നമുക്കിവിടെ വോളിയം കീസും പവർ ബട്ടൺ കാണാം. പവർ ബട്ടണിന് ഒരു ബ്ലൂയിഷ് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല. താഴത്ത് USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റും സിം ട്രേഡ് SD കാർഡ് സപ്പോർട്ട് ഇല്ല, ഡ്യുവൽ സിം കാർഡ് മാത്രമേ ഉള്ളൂ. പിന്നെ മോൾ ഭാഗത്ത് നമുക്ക് മൈക്രോഫോണാണ് വരുന്നത്. പിന്നെ ഒരു ചെറിയൊരു പാറ്റേൺ ഇവിടെ കാണാം. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. പിന്നെ ഇവിടെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഡിസൈൻ ആസ്പെക്റ്റിൽ നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ഉണ്ട്. അപ്പോൾ ഒരു പ്രീമിയം ഡിവൈസാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാം. സൈഡ്സ് എല്ലാം തന്നെ മെറ്റൽ ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഇൻഹാൻഡ് ഫീലും കിട്ടുന്നുണ്ട്. ഇനി ഡിസ്പ്ലേയിലോട്ട് വരാം. നമുക്കിവിടെ കിട്ടുന്നത് ഒരു ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. 10-bit AMOLED പാനലാണ്. അതേപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ടോപ്പ് ഓഫ് ദ ലൈൻ ഹാർഡ്വെയറാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. കാരണം നല്ല ഒരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ ഓഫർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഗെയിമിങ്ങിന് അനുയോജ്യമായ ആസ്പെക്ട്സും കൂടെ കൊടുത്തിട്ടുണ്ട്. മോൺസ്റ്റർ ടച്ച് ബട്ടൺസ് ഉണ്ട്, അതായത് ടച്ച് സാമ്പിളിംഗ് റേറ്റ് അടിപൊളിയായി കൊടുത്തിട്ടുണ്ട്. അതേപോലെ 10-bit AMOLED ആണ്. അങ്ങനെ ഗെയിമിങ്ങിന് അനുയോജ്യമായ കുറച്ച് ആസ്പെക്ട്സും കൂടെ ഈ ഫോണിന് വരുന്നുണ്ട്. അപ്പോൾ ഒരു iQOOൻ്റെ ഒരു ഗെയിമിംഗ് ഫോൺ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഗെയിമിങ്ങിന് വേണ്ട കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും കൂടി ഇൻക്ലൂഡഡ് ആണ്, അത് ഞാൻ പറയാം. പിന്നെ ഇതിനകത്ത് ഡിസ്പ്ലേ ക്വാളിറ്റി എന്ന് നേരത്തെ പറഞ്ഞാൽ വളരെ സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. നല്ല ടച്ച് റെസ്പോൺസും എക്സലൻറ്റ് കളേഴ്സാണ്. 10-bit AMOLED ആയതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ടച്ച് റെസ്പോൺസ് ഉണ്ട്, വളരെ സ്മൂത്താണ്. 120 Hz റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി സോഫ്റ്റ്വെയർ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ iQOOൻ്റെ ഫൺ ടച്ച് OS അല്ലെങ്കിൽ വിവോൻ്റെ ഫൺ ടച്ച് OS തന്നെയാണ് ഇതും പവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എബൌട്ട് ഫോൺ എടുത്ത് കഴിഞ്ഞാൽ കാണാം Android 12 ഫൺ ടച്ച് OS 12, 3 GHz Qualcomm Snapdragon 888+ ചിപ്പാണ് വരുന്നത്. 8 GB റാമാണ് നമ്മുടെ കയ്യിലുള്ളത്. 12 GB റാം വേരിയൻറ്റും ഉണ്ട്. പ്ലസ് 4 GB നമുക്ക് അഡീഷണൽ റാം എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. 128 GB സ്റ്റോറേജും Android 12 ആണ് വരുന്നത്. ഇതാണ് സോഫ്റ്റ്വെയർ ആസ്പെക്ട്സ്. ഇനി സോഫ്റ്റ്വെയർ കാര്യം പറയുകയാണെങ്കിൽ ആക്ച്വലി നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. കുഴപ്പങ്ങളും
കുഴപ്പമൊന്നുമില്ല, എങ്കിലും കുറച്ചൊക്കെ റിഫൈൻമെൻറ്റ് ആവേണ്ടതുണ്ട്. ആക്ച്വലി ഫൺ ടച്ച് OS അത്രയ്ക്ക് റിഫൈൻഡ് അല്ല, എങ്കിലും എനിക്കൊന്നും കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കുറച്ച് നമുക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്, കാരണം ഡൈനാമിക് എഫക്ട്സ്, ആനിമേഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യാം. അതേപോലെ ഫേഷ്യൽ റെക്കഗ്നിഷൻ, ഫിംഗർ പ്രിൻറ്റ് ആനിമേഷൻ, ഇതൊക്കെ ചാർജിങ് ആനിമേഷൻ ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതേപോലെ നമുക്ക് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്, അഡീഷണൽ ടൂൾസും അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഗെയിം മോഡ് ഉണ്ട്, അൾട്രാ ഗെയിം മോഡ് ഉണ്ട്, ഇങ്ങനെ കുറേ അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ എനിക്ക് കാര്യമായ ഒരു കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. ആൻഡ്രോയിഡ് 12 കിട്ടിയിട്ടുള്ളത് നല്ലൊരു ഫീച്ചറായിട്ട് പറയാം. കാരണം Mi 11T പ്രോവും അതേപോലെ OnePlus 9RTയിലും ആൻഡ്രോയിഡ് 11 ഉള്ളൂ. ഇവിടെ നമുക്ക് ആൻഡ്രോയിഡ് 12 കിട്ടുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു ഫീച്ചറായിട്ട് ഡെഫിനറ്റ്ലി പറയാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയാം. ഇതിനകത്ത് ക്വാൾകോമിൻ്റെ 888+ ചിപ്പാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഗെയിമിങ്ങിന് അനുയോജ്യമായ ചിപ്പാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് മോൺസ്റ്റർ ടച്ച് ബട്ടൺസ് ഉണ്ട്. നമ്മൾ ഇങ്ങനെ ഗെയിം ചെയ്യുമ്പോൾ ഗെയിമിങ്ങിന് അനുയോജ്യമായ ലെഫ്റ്റിലും റൈറ്റും ഡിസ്പ്ലേ മോൺസ്റ്റർ ടച്ച് ബട്ടൺസ് ഉണ്ട് ഇതിനകത്ത് ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റലിജൻറ്റ് ഡിസ്പ്ലേ ചിപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ഫുൾ കവറേജ് വേപ്പർ ചേമ്പർ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി ഉണ്ട്. അപ്പോൾ അത് ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ അത് കാരണം ചൂടാവുന്നത്, ഗെയിം കളിക്കുമ്പോൾ ഹീറ്റ് ആവുന്നതെല്ലാം തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി വളരെ ഒരു മികച്ച വേപ്പർ ചേമ്പർ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ടച്ച് ബട്ടണും അതേപോലെ പിന്നെ എന്താ പറയുക ടച്ച് സാമ്പിളിംഗ് റേറ്റും മികച്ചതാണ്. പിന്നെ HDR10+ ഡിസ്പ്ലേയാണ്, അതേപോലെ 10-bit AMOLED പാനലുമാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും തന്നെ ഒരു മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസിന് വേണ്ടി ഒപ്റ്റിമൈസ്ഡ് ആണ്. പിന്നെ നമുക്കിവിടെ ഒരു മോൺസ്റ്റർ മോഡ് ഉണ്ട്. ഇവിടെ നമുക്ക് മോൺസ്റ്റർ മോഡിലേക്ക് പോകും. അതേപോലെ അൾട്രാ ഗെയിം മോഡ് ഉണ്ട്. ഗെയിമിംഗ് എടുക്കുമ്പോൾ അതിൻ്റേതായ കൺട്രോൾസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം iQOOൻ്റെ മറ്റ് ഫോൺസിലുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടി ഗെയിമിങ്ങിന് അനുയോജ്യമായ അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്ത് ഒരു ഡിവൈസാണെന്ന് പറയാം. അപ്പോൾ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങളൊരു ഗെയിമിംഗ് ഫോൺ നോക്കുകയാണെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നൊരു ഓപ്ഷൻ തന്നെയാണ് ഡെഫിനറ്റ്ലി. ഇനി ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 48 MP സോണി സെൻസറാണ് വരുന്നത്. അതേപോലെ തന്നെ ഗിംബൽ സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ ഉണ്ടല്ലേ സ്റ്റെബിലൈസേഷൻ, സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷൻ, അൾട്രാ സ്റ്റെബിലൈസേഷൻ ഓപ്ഷനുണ്ട്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിൽ പോവുകയാണെങ്കിൽ തന്നെ 4K 60 FPS ഉണ്ട്, 4K 30 FPS ഉണ്ട്, 1080p 60 and 30 FPS ഉണ്ട്. അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. പിന്നെ പോർട്രേറ്റ് മോഡ്, നൈറ്റ് മോഡ്. പോർട്രേറ്റ് മോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് 2x എടുക്കുക, അതായത് ടെലിഫോട്ടോ പോർട്രേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 13 MP ടെലിഫോട്ടോ ലെൻസ് 2x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 13 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, ഒരു സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഓപ്ഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതൊക്കെ iQOO 9 എടുത്ത ക്യാമറ സാമ്പിൾസാണ്. എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ക്യാമറയാണ് iQOO 9 ഓഫർ ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാമറയെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. സോണി സെൻസറാണ്, അതേപോലെ ഗിംബൽ സ്റ്റെബിലൈസേഷൻ ഉണ്ട്. വീഡിയോ റെക്കോർഡിങ്ങിനൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതേപോലെ തന്നെ ലോ ലൈറ്റ് എക്സ്പീരിയൻസ്, നമ്മൾക്കൊരു ക്യാമറയിലെ സ്റ്റെബിലൈസേഷൻ കൊണ്ട് തന്നെ നമുക്ക് ലോ ലൈറ്റിലെ ഷെയ്ക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനിലൊരു ക്യാമറ ആകുമ്പോൾ എന്തുകൊണ്ട് തന്നെ നൈറ്റ് മോഡ് അല്ലെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫി വളരെ മികച്ചതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. വീഡിയോ സ്റ്റെബിലൈസേഷൻ 5 ആക്സിസ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ലൊരു ആസ്പെക്റ്റാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ വിട്ടുപോയത്, ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ ഇത് ലീനിയർ മോട്ടർ ഉണ്ട്, എക്സ് ആക്സിസ് ലീനിയർ മോട്ടർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല ഫീഡ്ബാക്കാണ് കിട്ടുന്നത് ഗെയിമിംഗ് ചെയ്യുമ്പോൾ. അതും ഒരു അഡീഷണൽ ഗെയിമിംഗ് ഫീച്ചറായിട്ട് ഞാൻ മിസ്സായി പോയതാണ്. അപ്പോൾ ഇനി നമുക്ക് ബാറ്ററിയിലോട്ട് പോവാം. ഇനി നമുക്ക് കിട്ടുന്നത് 4350 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. 120 watts ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് ആണ്. നമുക്ക് കിട്ടുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് 17 to 18 minutes ഫുൾ ചാർജ് ആവും. 6 minutes 50% ചാർജ് വരും. അത് ആക്ച്വലി ഞാൻ ടെസ്റ്റ് ചെയ്തായിരുന്നു. 6 minutes 50% ആവുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് ആണ്. 120 watt ഹെർട്സ് അല്ല, 120 watt ചാർജിങ്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യും. പിന്നെ ബാറ്ററി കപ്പാസിറ്റി ആസച്ച് കുറച്ച് കുറവാണ്, എങ്കിലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നതാണ് എനിക്ക് പ്രതീക്ഷ. ഞാൻ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതായിരുന്നു iQOO 9 അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.